ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ തന്നുവിട്ട പൊതിച്ചോറ് കൂട്ടുകാർക്കൊക്കെ കൊടുത്തോ? ആ കൊടുത്തു. എല്ലാവരും ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല രുചിയുണ്ടത്രേ. എനിക്ക് കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാനിങ്ങനെ ഒരു പെണ്ണ് കാണാൻ തയ്യാറായിരുന്നു. വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാളെ ഉള്ളൂ മകനായിട്ട്. അവരെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ. അതാണ് കാര്യം. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ച ഉത്തരം പറയൂ. ഈ കല്യാണമേ വേണ്ടെന്ന് തീരുമാനം എടുക്കാൻ കാരണം ലവ് ഫെയിലിയർ ആയിരിക്കും അല്ലേ? ശ്യാം ഉത്തരം പറയണ്ട. ആ മുഖത്തൊന്നും എന്നെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ശ്യാമൻ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ശ്യാമിന്റെ തുറന്ന പറച്ചിലുകൾ എനിക്കിഷ്ടപ്പെട്ടു. ഈ മുഖത്തുള്ള കാമുകന്റെ നിരാശഭാവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എനിക്ക് ശ്യാമിനെ ബോധിച്ചു. ശ്യാമൻ എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ നമുക്ക് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. അച്ഛമ്മേ വാ. മോളെ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് അച്ഛമ്മയെ കണ്ടിട്ട് പോയാ മതിന്ന് ഞാനാ പറഞ്ഞത്. അതുകൊണ്ടാ വന്നത്. മനസ്സിലായി മോളെ. കുടുംബവും കൂട്ടും ഒക്കെ ആയപ്പോ നിന്റെ വന്ദനമ്മ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. ഈ കാന്താരി പറയുന്നത് അമ്മയൊന്ന് വിശ്വസിച്ചോ? ഇതുവഴി വന്ന് അമ്മയെ കണ്ടിട്ട് പോവാന്ന് തീരുമാനിച്ചത് ഞാനാ, അല്ലാതെ ഇവള് പറഞ്ഞിട്ടൊന്നല്ല. പിന്നെ എന്തൊക്കെയുണ്ട് മോളെ സ്കൂളിലെ വിശേഷങ്ങള്? നല്ല വിശേഷം അച്ഛമ്മേ. സ്കൂളിലെ ടീച്ചർമാർക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമാ. ഓ, അങ്ങനെയാണോ? അതെന്താ ടീച്ചർമാർക്ക് മോളോട് അത്ര ഇഷ്ടം? കുറുപ്പ് സാറിന്റെ കൊച്ചുമോളാണ് ദിയമ്മോളെന്ന് എപ്പോഴും പറയുന്ന കേക്കാം. ആണോ? അപ്പൊ കുട്ടികൾക്കോ? എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. ആഹാ, അത് കൊള്ളാം. അച്ചച്ചാ, മോളെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ചച്ചാ. മോളുടെ വരവ് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതുകൊണ്ട് മിഠായി ഒന്നും വാങ്ങിയതുമില്ല. സാരമില്ല, നമുക്ക് വരി ഉണ്ടാക്കാം. അടുത്ത തവണ ദിയമ്മള് വരുമ്പോ ഇപ്പൊ തരമുള്ള മുട്ടായും കൂടി ചേർത്ത് തന്നാ മതി. പിന്നെന്തൊക്കെയാ മോളെ വാടക വീട്ടിലെ വിശേഷങ്ങള്? ഒരു കുഴപ്പമില്ല അച്ഛാ. ജഗൻ അത്യാവശ്യം ഉത്തരവാദിത്വബോധമുള്ള ആളാ. പക്ഷേ വാടക വീട്ടിലെ താമസമായതോടെ ആളിന്റെ ജോലി ഭാരം വളരെ കൂടിയിട്ടുണ്ട്. അത് ശരിയാ. അരിയില്ല, പഞ്ചസാരയില്ല എന്നൊക്കെ അച്ഛമ്മ അച്ഛനോട് പറയാറില്ലേ? അതുപോലെ തന്നെ അവിടെയും വന്ദനാമ്മ ഒരു ലിസ്റ്റ് ജഗൻ
തങ്കണ്ടയില് കൊടുക്കും. അങ്കിളെല്ലാം വാങ്ങിക്കൊണ്ട് വരെയും ചെയ്യും. ആ കൂട്ടത്തിഥി നമ്മൾക്ക് ഐസ്ക്രീമും. ആ മാധവേട്ട, ഞാൻ തന്നയിച്ച് ഭക്ഷണം കഴിച്ചില്ലേ? ആം, ആ, കഴിച്ചു. ഞാൻ തന്നുവിട്ട പൊതിച്ചോറ് കൂട്ടുകാർക്കൊക്കെ കൊടുത്തോ? ആ കൊടുത്തു. എല്ലാവരും ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല രുചിയുണ്ടത്രേ. എന്താ ഭക്ഷണപ്പൊതിയുടെ കാര്യമൊക്കെ പറയുന്നേ? ആ എനിക്കൊന്നും മനസ്സിലായില്ല. അത് പിന്നെ എനിക്ക് ഉച്ചയൂണിനായിട്ട് പൊതിച്ചോറ് കെട്ടി തന്ന കൂട്ടത്തില് 2-3 പൊതിച്ചോറ് കൂടി ചന്ദ്രിക തന്നയച്ചിരുന്നു കൂട്ടുകാർക്ക് കൊടുക്കാൻ. അത് കഴിച്ചിട്ട് അവര് പറയുന്ന അഭിപ്രായങ്ങൾ വന്നറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാ പറഞ്ഞത്. ചന്ദ്രികയുടെ കൈപുണ്യത്തെക്കുറിച്ച് അവിടെ എല്ലാരും വാതോരാതെ സംസാരിച്ചു. എന്താ മാധവേട്ട ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇതെന്താ കുടിക്കാൻ പണമൊക്കെ? ഈ ചെറുകിട സമ്പാദ്യ പദ്ധതി എന്ന് കേട്ടിട്ടില്ലേ? ഊർമിള തന്ന പണം തിരിച്ചു കൊടുക്കാനുള്ള എന്റെ ഒരു സമ്പാദ്യ പദ്ധതിയായത്. വർഷ, മാനത്തെ കൊട്ടാരം